നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരു ടിയാഗോ ഇവിയാണ്. അത്യാവശ്യം നന്നായിട്ട് ഓടുന്ന ഒരു ടിയാഗോ ഇവിയാണ്. 2023 മോഡലാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഒരു ഇൻ്റർനെറ്റ് സെർച്ച് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കാണും ആ വണ്ടിയെക്കുറിച്ച് അറിയാനായിട്ട്. പക്ഷേ അത് പലപ്പോഴും മതിയാവില്ല. എന്തായാലും കസ്റ്റമറുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിഞ്ഞാൽ ആ വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കത് ഉപകാരമായേക്കും, ആ വണ്ടി വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ടിയാഗോ ഇ വി 2023 വാങ്ങിയിട്ട് ഇത്രയും കാലം ഓടിച്ചിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ വണ്ടിയുടെ ഉടമസ്ഥനെ കൂടെ വന്നതാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലുള്ള സാധനം നമുക്കൊന്ന് ടിയാഗോ ഇ വിയുടെ ഒരു ലോങ് ടൈം റിവ്യൂ ചോദിക്കാം. അതിനായിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ഉടമസ്ഥനെ വിളിക്കുകയാണ്. ജിജോ, വരൂ. അപ്പോൾ ജിജോ, വെൽക്കം ടു വണ്ടി പ്രാന്തൻ. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തും. എനിക്കറിയാം, ഇവർക്ക് അറിയില്ലല്ലോ. ഓക്കെ, എൻ്റെ പേര് ജിജോ വർഗീസ്. ഞാൻ എറണാകുളത്ത് ഒരു MEP കൺസൾട്ടൻസിയിൽ ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കൊച്ചിക്കാരനാണ്, അപ്പോൾ നമ്മൾ അയൽക്കാരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പുള്ളി അറിയുണ്ടാവും, പുള്ളിയുടെ അംബാസഡർ നമ്മൾ വീഡിയോ ഉണ്ടാവും. ഒന്നുകൂടി വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്തായാലും. ഓക്കെ. സാധാരണ നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് നല്ല വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കണം. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് കാര്യങ്ങൾ പറയാം. പിന്നെ ചെറിയ ചൂടൊക്കെയുള്ള സമയമാണ്, അപ്പോൾ AC ലിരിക്കും ചെയ്യാലോ. അപ്പോൾ ടിയാഗോ ഇ വിയുടെ കാര്യങ്ങൾ വണ്ടിക്കകത്തിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശരിക്കും ഇതാണോ പ്രൈമറി കാർ, വേറെ കാറുണ്ടോ? പ്രൈമറി കാർ ബേസിക്കലി ഇത് തന്നെയാണ്. നമുക്ക് വേറൊരു കാറ്, ഒരു അംബാസഡർ ഉണ്ട്. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ അംബാസഡറിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് കീപ്പ് ചെയ്യുന്നതാണ്. ബട്ട് നമ്മുടെ പ്രൈമറി പർപ്പസസിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ EV തന്നെയാണ്. എന്താണ് ഡെയിലി യൂസേജ് പാറ്റേൺ? ഡെയിലി യൂസേജ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എറണാകുളം ടു പാലക്കാട് ഡ്രൈവ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു പാലക്കാട് എന്ന് പറഞ്ഞാൽ വടക്കഞ്ചേരിയാണ്, ഒരു ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് വൺ ഡയറക്ഷനിലുണ്ട്. നല്ല ഡ്രൈവ് ആണല്ലോ. അതെ. അപ്പോൾ ഒരു ബേസിക്കലി ഞാൻ ഈ EVയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കാരണവും ആ ഒരു എക്കണോമിക്സ് ആണ്. അതായത് നമ്മളൊരു പെട്രോൾ വെഹിക്കിള് ഡെയിലി, അതായത് ഒരു വീക്കിലി ഒരു 750+ കിലോമീറ്റേഴ്സ് ഓടണം. അപ്പൊ അതിന് നമ്മൾ ഒരു പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 രൂപ ആവറേജ് കണക്കാക്കിയാൽ 7500 രൂപ വീക്കിലി നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം, ഫ്യൂവൽ എക്സ്പെൻസസിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. അപ്പൊ റഫ്ലി ഒരാഴ്ച എത്ര രൂപ ലാഭം ഉണ്ടാവും? നമ്മളിപ്പം അങ്ങനെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് നമുക്ക് ഇതിന്റെ വരുന്ന ചെലവ് ഒരു 2 രൂപ മാക്സിമം ആണ് ഒരു പെർ കിലോമീറ്റർ. 1 രൂപ എന്ന് കമ്പനി പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു അല്ലാതെയുള്ള ഇപ്പം പുറത്ത് EV ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഡബിൾ ആണ്. ഈ 14-20 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് പെർ യൂണിറ്റ് വരുന്നത്. എന്നാലും ആവറേജ് 2 രൂപ വരുന്നത്. അപ്പൊ ആവറേജ് ഒരു 2 രൂപ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 8 രൂപ പെർ കിലോമീറ്റർ നമുക്കൊരു സേവിങ് ഇതിന്റെ അകത്ത് എനിക്ക് വരുന്നുണ്ട്. അപ്പം ഒരു 8 രൂപ ഇൻറ്റു ലൈക്ക് അതിന്റെ ഒരു 80% സേവിങ് ആണ്. ഒരു 8,000 ഒരു 80%. മനസ്സിലായി. അപ്പൊ ടിയാഗോ ഇ വിയുടെ ഡെയിലി 100 കിലോമീറ്റർ അങ്ങോട്ടും 100 കിലോമീറ്റർ ഇങ്ങോട്ടും ഓടിക്കുന്ന ഒരു അതെ ഓൾമോസ്റ്റ് ഡെയിലി ഒന്നിടവിട്ട്. ഇത് ശരിക്കും ഒരു വലിയ ലാഭമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം എനിക്കിപ്പം നമ്മുടെ ഈ വണ്ടി 2 വർഷം ഏകദേശം ആയിട്ടുള്ളൂ ഇപ്പൊ എടുത്തിട്ട്. 2023 എടുത്താണ്. അപ്പൊ 2 വർഷം കൊണ്ട് എനിക്കിപ്പോ 52,000 കിലോമീറ്റർ ആയി. 52,000 കിലോമീറ്റർ നമ്മൾ ഓടണമെങ്കിൽ 5,20,000 രൂപ നമ്മൾ പെട്രോൾ അടിക്കുക. ഏകദേശം ഒരു 5,20,000. എനിക്കിപ്പം 10 ലക്ഷം രൂപ. അപ്പം 5,20,000 രൂപ നമ്മളിപ്പം അടിച്ചിട്ടുണ്ടാവും പെട്രോൾ വണ്ടിയാണ് ഉപയോഗിക്കണമെങ്കിൽ. പക്ഷെ ഈ വണ്ടിക്ക് ഞാൻ ഇതുവരെ സ്പെൻഡ് ചെയ്തേക്കുന്ന വീട്ടിലെ കറണ്ട് ബില്ല്, 2 വർഷത്തെ ബില്ല്, ഞാൻ ടോട്ടൽ ബില്ല് എടുത്തു. ടോട്ടൽ ബില്ല് 60,000 രൂപ സംതിങ് എങ്ങാണ്ടാണ്. പിന്നെ നമ്മുടെ വെളിയിൽ ചാർജ് ചെയ്തേക്കാം, അതും ഏകദേശം ഒരു 60,000 രൂപ എല്ലാം കൂടി സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 1,20,000. ബാക്കി 4 ലക്ഷം രൂപ. ബാക്കി 4 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു വന്നു ഇതിന്. അതായത് ഇതിന്റെ പേയ്മെന്റ് നമ്മൾ ഒരു നോർമൽ പെട്രോൾ ടിയാഗോ EV നെക്കാളും ഒരു 2 lakhs എക്സ്ട്രാ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ 2.5 lakhs എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചേക്കണേ. ഇപ്പൊ തന്നെ ഈ 2 വർഷം കൊണ്ട് എനിക്കൊരു 4 ലക്ഷം രൂപ സേവിങ്സ് ഇനത്തിൽ നമുക്ക് റിട്ടേൺ വന്നു. അടിപൊളി. അപ്പം ഡ്രൈവിംഗ് ഉണ്ട് നമുക്ക്, പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു എക്കണോമിക്സ് വർക്ക്ഔട്ട് ആവും. മനസ്സിലായി.
ഓക്കെ. അപ്പൊ ആ ടാറ്റ പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടാറ്റ നമുക്ക് തരുന്ന ഒരു വാറണ്ടി 1,60,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 8 years എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോക്കിന് പോവാണെങ്കിൽ 2 വർഷം കൊണ്ട് നമ്മള് ഈ 1.60 എന്നുള്ളത് കിലോമീറ്റർ കവർ ആവും. മനസ്സിലായി. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോഴേ ഇത് വൻ ലാഭമുള്ള പരിപാടി മനസ്സിലായി, പ്രത്യേകിച്ച് ഡെയിലി ഓട്ടറുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ മോഡൽ, എന്തുകൊണ്ട് ടിയാഗോ EV, അത് വേറെയും EV-കൾ ഉണ്ടല്ലോ, അതിന് ഏതാണ് മോഡൽ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ വണ്ടിക്ക് ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു? അതെ, ഇതിനകത്ത് നമ്മൾ ഈ പാലക്കാട് ഓട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ഒരു വില്ല പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റ് കീപ്പ് ചെയ്യണം, എല്ലാ കാര്യത്തിലും കീപ്പ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ചെയ്യണത്, നമ്മൾ പ്രവർത്തിക്കണ പറയണതും ചെയ്യണതും രണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഇക്കോ ഫ്രണ്ട്ലി വില്ല ചെയ്യണം. അപ്പൊ നമുക്കിവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ഒരു ഇക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റിലുള്ള ഒരു കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ രണ്ടും ഒന്നായിരിക്കും. അതെ, ലാഭത്തിനപ്പുറം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ലാഭം തന്നെയാണ്, നമ്മുടെ എക്കണോമിക്സ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഈ നമ്മളുടെ EV എന്നുള്ള സംഭവം നമ്മൾ ആസ് ഓഫ് നൗ നമ്മൾക്ക് ഏറ്റവും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആസ് ഓഫ് നൗ ഡിബേറ്റബിൾ ആണ്, അതെ. പക്ഷേ ആസ് ഓഫ് നൗ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് തന്നെയാണ് നമ്മൾക്ക് ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ പരമാവധി പ്ലാന്റിന്റെ ഗ്രീനറായിട്ട് വെക്കുന്നത് നമുക്ക് ഒരു തോന്നലുണ്ടല്ലോ. ഒന്നത്. രണ്ടാമത്തെ ടിയാഗോ EV മാത്രമാണ് നമ്മുടെ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ടാറ്റയാണ്. ടാറ്റ തരുന്ന ഉറപ്പ്. ടാറ്റ നമ്മൾ ചെറുപ്പത്തിൽ മുതലേ നമ്മൾക്കൊരു റെസ്പെക്ട്, അവള് ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിലും ടാറ്റ കണ്ട് ശീലിച്ചേക്കണവരാണ്. ടാറ്റയോട് ഒരു ഇഷ്ടം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോമൺ മാനിന് അഫോർഡബിൾ കാറ്റഗറിയിൽ ഒരു EV എടുക്കണമെങ്കിൽ നമുക്ക് അന്നുണ്ടായിരുന്ന ഓപ്ഷൻ ആകപ്പാടെ ടിയാഗോ EV ആണ്. ഇപ്പോഴും അതെ. കോമറ്റിന് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഐഡിയ 7.2 kWh ആണ്, അത് 3 മണിക്കൂറൊക്കെ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ്, ഒരു 10 lakhs ഉള്ളില് ഒരു EV എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഇത് ബേസിന്റെ തൊട്ടുമേലുള്ള വേരിയന്റ്. അപ്പം ആ വേരിയന്റ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി. ഇതിനകത്ത് ഇപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം ഈ ബേസ് മോഡലിൽ ഇല്ല, ഈ മോഡലുണ്ട്. ഇൻഫോർടൈൻമെന്റ് ബേസ് മോഡലുണ്ട്, ബട്ട് എനിക്ക് തോന്നുന്നു ടച്ച് സ്ക്രീൻ ഇല്ല. ഈ മോഡലാണ് ടച്ച് സ്ക്രീൻ ഉള്ളത്. അപ്പൊ ഈ പർട്ടിക്കുലർ കാര്യം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു വാറണ്ടി, ഇലക്ട്രിക് ആണ്, വാറണ്ടി ഇഷ്യൂസ് വരും. അപ്പൊ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള എല്ലാം ഈ സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ വില അഫോർഡബിൾ ആയിരുന്നു. നമ്മുടെ ഈ ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ ഈ 10 lakhs എന്ന് പറഞ്ഞത്. ഓൺ റോഡ് 10 lakhs ഉള്ളിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അതെ. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും എക്കണോമിക്സ് ആയി, ഇക്കോ ഫ്രണ്ട്ലി ആയി, നമ്മളുടെ ജീവിത രീതി എങ്ങനെയാണോ അതിന് ചേർന്ന ഒരു വണ്ടിയാണെന്ന് തോന്നി. അങ്ങനെ പറയുമ്പോ ഈ വണ്ടിയുടെ ഓവറോൾ എക്സ്പീരിയൻസ് എന്താ? അതായത് ഇത് വാങ്ങിയതിനു ശേഷം 2 വർഷമായിട്ടുണ്ട്, ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഗുഡ്, ബാഡ് ആൻഡ് അഗ്ലി എന്ന് പറയുന്നത് എന്താണ് ഓവറോൾ എക്സ്പീരിയൻസ്? എനിക്ക് ഓവറോൾ ഗുഡ് തന്നെയാണ്. ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രൈമറി കാറാണ്, ഫാമിലി കാര്യങ്ങൾക്ക് പോണത്, ഫാമിലി ആയിട്ട് പോണതും ഒക്കെ ഈ വണ്ടിയിൽ തന്നെയാണ്. മനസ്സിലായി. അപ്പം നമുക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ചാർജിങ് പോയിന്റ്സ്, നമുക്ക് ഇത് മിഡ് റേഞ്ച് വെഹിക്കിൾ ആണ്. ഇതിന്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 250 kilometers ആണ് ഒരു ചാർജിൽ, ഒരു ഫുൾ ചാർജ്. ഒരു ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 യൂണിറ്റ്. മനസ്സിലായി. അപ്പം ഈ 250 kilometers എന്ന് പറഞ്ഞാല് നമുക്കൊരു സീറോ ആക്കാൻ പറ്റില്ലല്ലോ. സീറോ ആക്കാൻ പറ്റില്ല. നമ്മളൊരു 50 kilometersന്റെ എങ്കിലും, 250 നമുക്ക് കിട്ടില്ല, ഒരു 200 കിട്ടുക. 200 എനിക്ക് കിട്ടുന്നുണ്ട് സിംഗിൾ ഡ്രൈവില്. ഇതിന്റെ ഒരു ഓടിക്കുന്ന രീതിയൊക്കെ നമ്മൾ പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇതിലോട്ട് മാറുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം ഓടിക്കാൻ. അതേ രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മൈലേജ് കിട്ടില്ല. പക്ഷെ ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് AC ഒക്കെ ഇട്ട് പോകുമ്പോൾ, ഫുൾ ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു 160 പ്രതീക്ഷിച്ചാൽ മതി. അതായത് 250 കമ്പനി പറയണു, നമുക്കൊരു 160 മുതൽ 200 വരെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഫേസ് ചെയ്തേക്കുന്ന ഒരു പ്രശ്നം, ഫാമിലി ആയിട്ട് കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ച്, ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു വണ്ടി ചാർജിങ്ങിലായിരിക്കും. അപ്പൊ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കണം, വെയിറ്റിംഗിലൊക്കെ പെട്ടു. അപ്പം അതൊന്ന് പ്ലാൻ ചെയ്തൊക്കെ പോകേണ്ടി വരും. പ്ലാനിങ് ഒക്കെ നമ്മള് തലേദിവസം ഇരുന്നിട്ട് എവിടെയാണ് അടുത്ത ചാർജിങ് സ്റ്റേഷൻ, ഇതെല്ലാം പ്ലാൻ ചെയ്ത് എവിടെ ഭക്ഷണം കഴിക്കാം, ഇതുവരെ നമ്മൾ പ്ലാനിങ്ങില് പ്ലാനിങ് ഒക്കെ
ആക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുക ലോങ് പോകുമ്പോ. ഈ വണ്ടിയും കൊണ്ടാണ് പോണെങ്കിൽ. ഈ ടിയാഗോ ഇവിയില് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ലാഭം അല്ലാണ്ട്? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു പോയിന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിലൊക്കെ നമ്മൾ നിർത്തില്ലേ, അപ്പൊ ഈ സിഗ്നലിലൊക്കെ നിർത്തുമ്പോ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്പോർട്സ് മോഡ് ഉണ്ട്. ഫുൾ റീജിയൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് സ്പോർട്സും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളൊരു ഒരു ഒരു ഫെറാറിയോ സ്പോർട്സ് കാറൊക്കെ കയറണമാതിരി ഇവനെ കയറി പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നമ്മുടെ മിററിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് പൊട്ടുപോലെ കാരണം അത്രയും പവർ ഉണ്ട് ഈ സാധനത്തിന്. അപ്പം അത് എല്ലായിടത്തും ഒന്നും അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഈ സിഗ്നലിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പോ ഈ പരിപാടി കാണിക്കാറുണ്ട്, ഒരു ത്രില്ലിന് വേണ്ടി, ഒരു ഫണ്ടിന് വേണ്ടി. അങ്ങനെ പറയുമ്പോ പറഞ്ഞ കാര്യം പെർഫോമൻസിന്റെ കൂടെ പറഞ്ഞ കാര്യം ഹാൻഡ്ലിംഗ് ഒക്കെ എന്താ ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് വണ്ടി ഓടിക്കാനായിട്ട്? സുഖമാണോ? വണ്ടി ടിയാഗോ എല്ലാവർക്കും അറിയാം, അതായത് ഹാൻഡ്ലിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. ഐ മീൻ നമുക്ക് സ്മൂത്ത് ആണ്. സ്മൂത്ത് ആണെന്ന് മാത്രമല്ല ഓവർടേക്കിംഗ് ഒക്കെ ഇപ്പം പല സ്ഥലത്ത് പണിയൊക്കെ ആലപ്പുഴ സൈഡിലൊക്കെ പോയി വർക്കുകളൊക്കെ NH-ന്റെ പണി നടക്കണം, അല്ലെങ്കിൽ മീഡിയം ഇല്ലാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഓവർടേക്കിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ എന്തായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് സാധനം ഓവർടേക്കിംഗ് സമയത്തേക്ക് മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് നേരെ അവിടെ എത്തി. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഓപ്പോസിറ്റ് വണ്ടി വരണാണെങ്കിലും നമുക്ക് ആ സാധനം അവിടെ എത്തും. അത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് ടിയാഗോയുടെ വേർഷൻ എന്ന് പറയുന്നത് ഈ വേർഷനിൽ ഇഷ്ടപ്പെട്ട സവിശേഷതകൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ബേസിക്കലി ഇതൊരു ബേസിക് കാറാണ്. നമ്മുടെ പിന്നെ ഫീച്ചർ ഈ പറഞ്ഞാണ് ഓട്ടോമാറ്റിക് എന്നുള്ള ഒരു സാധനം ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ടല്ലോ. ലൈക്ക് നമ്മളുടെ ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ, നമ്മളൊരു നോബ് മാത്രമാണ്, 3 മോഡിലേക്കാണ് ഇടുന്നത്. അതിന് വേറെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനില്ല. ഈ പറഞ്ഞ പിന്നെ അഫോർഡബിലിറ്റിയും ഈ പറഞ്ഞ എക്കണോമിക്സും ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്തത് ഈ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്? ടിയാഗോ എന്നല്ല ഞാൻ പറയുന്നത്, പർട്ടിക്കുലർലി ഇപ്പൊ നമ്മള് ഫോസിൽ ഫ്യൂൽസ് വണ്ടികൾ ഓടിച്ചു വരുന്ന ആൾക്കാരാണ്, ഡീസൽ ഓടിക്കുന്ന അംബാസഡർ എനിക്കറിയാം, അതിന് സൗണ്ട് കൂടുതലാണ് അത് പറയാം. അപ്പൊ ഈ ടിയാഗോ EV അതായത് ഇലക്ട്രിക് കാർ എങ്ങനെയാണ് ജീവിതത്തിനെ അഫക്ട് ചെയ്തത്, അല്ലെങ്കിൽ ജീവിതത്തിനെ ബാധിച്ചത്, അല്ലെങ്കിൽ ബാധിക്കാൻ ബാഡ് വേണം അല്ല നന്നായി തന്നെ ഇമ്പാക്ട് ചെയ്തത്? അതായത് ഇപ്പൊ ഈ പറഞ്ഞ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മുടെ ചേച്ചിയുടെ വീട്ടില് ഒരു പ്രാവശ്യം വണ്ടി കൊണ്ട് പോയിട്ട് അവിടുത്തെ ഒരു ജിമ്മിയോ അവരുടെ ഒരു പട്ടിയുണ്ട്. സാധാരണ അടുത്തുള്ളവരെ പോലും അടുപ്പിക്കാത്ത ഇവൻ ഈ വണ്ടി വന്നത് അറിഞ്ഞിട്ടില്ല, സൈലന്റ്, അത്ര സൈലന്റ് ആയിട്ട് വന്നിട്ട്. കാരണം ഇവര് കൊരയൊന്നും കേൾക്കാത്തോണ്ട് ഇവര് പുറത്തേക്ക് വന്നിട്ടില്ല, മനസ്സിലായി? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ, അത്രയും സൈലന്റ് ആണ്. ഇനി ചോദിക്കേണ്ട കാര്യം ചാർജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, 2-3 വണ്ടിയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓവറോൾ എക്സ്പീരിയൻസ് സോളാർ ഉണ്ടോ വീട്ടില്? സോളാർ വെച്ചിട്ടില്ല, അങ്ങനെ പ്ലാൻ. അപ്പൊ എന്തായാലും ചോദിക്കേണ്ട കാര്യമാണ്, ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ്? വീട്ടിലെ ചാർജിങ് പാറ്റേൺ, അപ്പൊ ഡെയിലി ഓടിക്കുന്ന ആളാണ് 200 കിലോമീറ്റർ ഡെയിലി ഓടിക്കുന്ന ഒരാളല്ലേ, അപ്പൊ എങ്ങനെയാണ് അതിന്റെ ചാർജിങ് പാറ്റേൺ, എന്താണ് എക്സ്പീരിയൻസ് അതിന്റെ? അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് സോളാറിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. ബട്ട് ഇപ്പൊ നിലവിൽ സോളാർ ഇല്ല. എന്നാലും എന്റെ ഇലക്ട്രിസിറ്റി ബില്ല് ആവറേജ് ഒരു 5500 2 മാസം കൂടുമ്പോ ഏകദേശം 2600 രൂപ മാസം. അതെ, വീട്ടിലെല്ലാം ഉപയോഗം കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ചേർത്തുള്ള ബില്ല് നമുക്ക് അത്ര വേണം. നമ്മൾ ഒരുപാട് AC ഒന്നും അങ്ങനെ ഒരുപാടൊന്നും കൺസ്യൂം ചെയ്യാത്ത ആൾക്കാരെ, അതുകൊണ്ട് മെയിൻ സിംഹഭാഗം ഇവൻ തന്നെയായിരിക്കും വലിക്കുന്നത്. നമ്മള് ഒരു ഒന്നിടവിട്ടാണല്ലോ പോണത്. അപ്പം ഡെയിലി രാത്രിയാവും വന്നിടുമ്പോ, അപ്പം മിക്കവാറും ഇപ്പൊ രാത്രിയാണ് പ്ലഗ് ചെയ്തിടുന്നത്. പക്ഷെ അത് ഇനിയിപ്പം പകലിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കാരണം രാത്രിയിലത്തെ കൺസംഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇനിയിപ്പം സമ്മറാണ് വരുന്നത്, സോളാർ അവേഴ്സിൽ ചാർജ് ചെയ്യണം, നല്ലത് സോളാർ അവേഴ്സിൽ ചാർജ് ചെയ്യാം. കാരണം സമ്മറിൽ നമ്മുടെ പീക്ക് അവേഴ്സിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ ആയിരിക്കും. നമ്മുടെ ഗ്രിഡ് എല്ലാം ലോഡഡ് ആവും, അതെ അതെ, അതും വരുന്നുണ്ട് എക്സ്ട്രാ. ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ വണ്ടി വാങ്ങുന്ന പോലെ തന്നെ ആഫ്റ്റർ സർവീസ് അല്ലെങ്കിൽ സർവീസ് നെറ്റ്വർക്കിന്റെ ഒരു സഹായം, അതുപോലെ ഫീഡ്ബാക്ക്, നമ്മൾ കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ടാറ്റയെ കുറിച്ച് ഇൻ ജനറൽ എന്താ മനസ്സിലായത്? ആദ്യത്തെ ടാറ്റ വണ്ടിയാണോ? ആദ്യത്തെ ടാറ്റ വണ്ടിയാണ്. ഇതിനു മുമ്പ് ഉള്ള വണ്ടിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ മാരുതി ആയിരുന്നു. സർവീസ് നമ്മൾ സാറ്റിസ്ഫൈഡ് ഒക്കെ തന്നെയായിരുന്നു. ടാറ്റയെ കുറിച്ച് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിച്ചത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സർവീസ് സെന്ററിൽ നിന്ന് നമ്മളൊരു സർവീസ് ബുക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഗുണം കൂടെ ആയിരിക്കാം. ഇത് ചോദിക്കാൻ ശരിക്കും റീസൺ ഉണ്ട്, കാരണം 50,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സർവീസിനൊക്കെ പോയിട്ടുണ്ടാവും. 5 സർവീസ്. അതെ, അപ്പൊ അതിനകത്ത് ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. നമ്മൾ ഡ്രൈവില് ഒരു
ഒരു വാർണിംഗ് ലൈറ്റ് വന്നിട്ട്, ഞാൻ ആലപ്പുഴ ഭാഗത്ത് എത്തിയപ്പോഴാണ്. അപ്പോൾ വാർണിംഗ് ലൈറ്റ് വന്നിട്ട് നമ്മളൊന്ന് വണ്ടി സ്ലോ ഡൗൺ ആയി. അപ്പൊ ഇതിന്റെ ഇഷ്യൂ എന്താന്നുള്ളത് അപ്പൊ നമുക്ക് അന്ന് എനിക്കൊന്ന് രാജേഷിനെ വിളിച്ചു. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ലെക്സോണിൽ വിളിച്ചപ്പോൾ അവർക്ക് ആ നിയർ ബൈ സർവീസ് സെന്ററിൽ നിന്ന് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റെസ്പോൺസ് കിട്ടി. പക്ഷെ ഞാൻ പിന്നെ തിരിച്ചു ഓടിക്കുമ്പോൾ ഈ സിമ്പിൾ ഇല്ല. അപ്പൊ തിരിച്ച് ഞാൻ ചേർത്തല അടുത്തുള്ള അവര് വളരെ ഇതായിട്ടാണ് ചെയ്തു തന്നെ കേട്ടോ. ലൈക്ക് നമ്മൾക്ക് അവര് വന്ന് അറ്റൻഡ് ചെയ്തു. അവര് ഇതെല്ലാം പ്ലഗ് ചെയ്ത് പിന്നെ ലാപ്പെല്ലാം കണക്ട് ചെയ്ത് ഇതിനകത്ത് ബാറ്ററി എല്ലാം ചെക്ക് ചെയ്തു. അപ്പം അവരുടെ സൈഡിൽ നിന്ന് ആയാലും വളരെ നല്ല റെസ്പോൺസ്. എനിക്ക് ചാർജ് ഒന്നും ചെയ്തിട്ടില്ല. മേ ബി ആയിരിക്കും. അപ്പം അതെ. അപ്പൊ അത് ബട്ട് നമ്മൾ ടെൻഷൻ ആവുമല്ലോ, ഒരു ജേർണിയുടെ ഇടയ്ക്കാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പൊ അതൊക്കെ അതിന്റെ അകത്ത്. പക്ഷെ അവരുടെ സർവീസ് പ്രോപ്പർ ആയിരുന്നു. കസ്റ്റമർ സർവീസും സപ്പോർട്ടും കൊള്ളാം. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൊള്ളാം. തലവേദനകൾ തന്നിട്ടില്ല. മനസ്സിലായി. ഇനിയുള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടിയാഗോ EV ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് കാറുകളോട്ടുണ്ട്. ഒരാൾക്ക് ടിയാഗോ EV റെക്കമെൻഡ് ചെയ്യോ? എന്തുകൊണ്ട് ചെയ്യും? അല്ലെങ്കിൽ ചെയ്യില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യില്ല? റെക്കമെൻഡ് ചെയ്യും, ഡെഫിനറ്റ്ലി ചെയ്യും. ഓക്കെ. കാരണം നമുക്ക് ഇപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ കാരണം. അഫോർഡബിൾ ആയിട്ട് ഇപ്പം നമ്മൾ ഈ അഫോർഡബിൾ കാറ്റഗറിയിൽ നമുക്ക് ഈ സ്പേസ് ഉള്ള ഒരു വണ്ടി, ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ്, ഫാമിലിക്ക് പറ്റുന്ന നല്ല സ്പേസും എല്ലാം ഉള്ള ഒരു വണ്ടി ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു റോഡ് ഇപ്പൊ ഞാൻ EV ചാർജിങ് സ്റ്റേഷൻസിൽ പല വണ്ടികളിൽ കാണുന്നതാണല്ലോ. അപ്പൊ നെക്സോണിലെ കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന ഇത് ഡൈജസ്റ്റ് ആവില്ല. അവർക്ക് ഇത്രയും 200 കിലോമീറ്റർ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം അവരുടെ ഒരു വണ്ടിയുടെ ഒരു വലിപ്പം കൊണ്ടോ അതിന്റെ എയറോഡൈനാമിക്സ് ആണോ എന്താണോ ഇത് ചെറുതാണ്, പതുങ്ങിയിരിക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ ഒരു ഷേപ്പ് എയർ കട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിന് ഈ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു പോയിന്റില് ഈ വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ മീഡിയം റേഞ്ച് ആണ്. ഇത് 200 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഡ്രൈവിംഗ് സ്റ്റൈല്, രണ്ടെന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു ഈ വണ്ടിയുടെ പർട്ടിക്കുലർ വണ്ടിയുടെ ഉള്ള ഗുണം, അതായത് റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കറിയാം, പാലക്കാട് പോയി വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം ഓക്കെ എത്ര റേഞ്ച് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഗുണങ്ങള് ശരിക്കും പറഞ്ഞാൽ ടിയാഗോ ഇവിടെ ഒരു മെയിൻ എനിക്ക് തോന്നുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതെ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആയിട്ടും നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്ന പുതിയ അപ്ഡേറ്റിൽ എനിക്ക് തോന്നുന്ന റേഞ്ച് പിന്നെയും അവര് ലിങ്ക് മുകളിലുണ്ട്. ഇപ്പൊ നമ്മൾ ഓടിക്കുന്നത് ഇലക്ട്രിക് കാറാണല്ലോ, നേരത്തെ പറഞ്ഞ ഡിബേറ്റബിൾ ആണ്, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ഒക്കെ. എന്നാലും സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു വലിയ നന്മയാണ് ഇലക്ട്രിക് കാർ ഓടിക്കുന്നതെന്ന് കരുതുന്നുണ്ടോ? അതിനെന്താണ് കാരണം? അത് കരുതുന്നുണ്ട്, ഉറപ്പായിട്ടും. ഓക്കെ. ലൈക്ക് ഞാനൊരു ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ നമുക്ക് അതിന്റെ അത് ജനറേറ്റ് ചെയ്യുന്ന പൊല്യൂഷൻ നമുക്കറിയാം, നേരിട്ടറിയാം. അപ്പൊ ഓരോ പ്രാവശ്യവും ഇപ്പൊ ക്ലീൻ ഫ്യൂൽ പ്രോജക്ട് എന്ന് പറയുന്നത് കുവൈറ്റിലൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. കുറച്ചും കൂടെ ക്ലീനർ ആയിട്ടുള്ള ഫ്യൂൽ പിന്നെയും ജനറേറ്റ് ചെയ്യുക, യൂറോ BS4 BS6 അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ്സ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിന്റെ ഡെഫിനറ്റ്ലി ഇതൊരു പൊല്യൂട്ടിങ് ഫ്യൂൽ ഒരു പൊല്യൂട്ടന്റ് ആണ്. അപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ അനുഭവപ്പെടണം എന്താ, നമുക്ക് ഓരോ വർഷവും ഓരോ മാസവും തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പേഴ്സണലി എഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം ബേസിക്കലി നമ്മള് അന്തരീക്ഷത്തിനെ പൊല്യൂട്ട് ചെയ്യണത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ പിന്നെയും AC വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഹീറ്റപ്പ് ആക്കുന്നതിന് പകരം ബേസിക്കലി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെറിയ സ്റ്റെപ്സ് എടുക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റെപ്പിൽ ഒന്നായിട്ട് ഞാൻ ഇതിനെ കാണാം. മനസ്സിലായി. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് മെയിൻ്റനൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇലക്ട്രിക് കാറിലേക്ക് വന്നപ്പോൾ പെട്രോൾ ഡീസൽ കാറുകൾ എന്നുള്ള വ്യത്യാസം മെയിൻ്റനൻസിന്റെ മെയിൻ ആയിട്ട് ഉണ്ടാവുമല്ലോ. അതെ. ഗുണങ്ങളും ദോഷങ്ങളും പറയാമോ? ഇത് ബേസിക്കലി EV എന്ന് പറയുന്നത് ഒരു ക്ലീൻ വെഹിക്കിൾ ആണ്. ബേസിക്കലി ഓയിലും പരിപാടികളും ഒന്നും ഇല്ലല്ലോ. അപ്പം ഇതിനകത്ത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മളിപ്പോ ഒരു 5 സർവീസ് കഴിഞ്ഞു. ഓൺ ആൻ ആവറേജ് എനിക്ക് തോന്നുന്നു വലിയ കാര്യമായ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10-12 രൂപ ആയി കാണും. ഫിൽറ്ററുകളുടെയും മാത്രമാണ് കോസ്റ്റ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗിയർ ഓയിൽ ചേഞ്ച്, ഗിയർ ഓയിൽ അല്ല, ട്രാൻസ്മിഷൻ ഓയിൽ, അത് മാത്രമേ ഉള്ളൂ. വേറെ ഇതൊന്നും വരുന്നില്ലല്ലോ. ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഈ പരിപാടികളൊന്നും ഇല്ലല്ലോ വണ്ടിക്ക്. ടയർ മാറിയായിരുന്നു?
ടയർ ഞാൻ 50,000 കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേനും മാറി. കാരണം EVക്ക് എനിക്ക് തോന്നുന്നു പവർ ട്രെയിൻ നമ്മുടെ ഈ ഇതിലേക്ക് ഡയറക്റ്റ് വരുന്നത് കൊണ്ട് ഈ മറ്റേ ഇതിന്റെ ലൈഫ് ചിലപ്പോ കുറയും. പക്ഷെ എനിക്ക് 50,000 അത്യാവശ്യം നല്ല ലൈഫാണ്. അത് പിന്നെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ. ഞാൻ പിന്നെ ഈ ലോങ് പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ കളിക്കാൻ നിന്നില്ല, അതങ്ങ് മാറ്റി. അങ്ങനെ ഇനി ഒരാൾ ഇലക്ട്രിക് കാറിലേക്ക് വരുന്നു, ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ വേറൊരാള്, ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള 2 അഡ്വൈസുകൾ എന്തെങ്കിലും, ഐ മീൻ വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ എന്താണ്? EVയിലേക്ക് നമ്മൾ എന്തായാലും മാറാൻ തീരുമാനിച്ചിട്ട് മാറുകയാണെങ്കിൽ ബേസിക്കലി നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത് നമ്മുടെ ഡ്രൈവിങ് ഇതിനകത്തൊരു വാട്ട് അവർ പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട്. ബേസിക്കലി നമ്മളിപ്പം പെട്രോൾ വെഹിക്കിൾ ഓടിക്കുമ്പോൾ RPM ഇല്ലേ, അത് നമ്മൾ RPM ഒരു 3,000 4,000 വണ്ടി അരയ്ക്കുന്ന ഒരു മോഡായി ആണല്ലോ. ആ മോഡിലേക്ക് പോകാൻ അതല്ലല്ലോ നോർമൽ ഡ്രൈവിംഗ്, എക്കണോമിക്കലായിട്ട് ഉള്ള ഡ്രൈവാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ ഒരു റീജനും ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് 2 ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ഇപ്പം RPM-ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇപ്പം ഈ ഡ്രൈവ് എന്നുള്ള പോർഷനിലുള്ള ഈ സംഭവം ഇത് നമ്മള് ഒരു 2 കട്ടയിലൊക്കെ നിർത്തി കീപ്പ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കൺസംഷനേ ഉണ്ടാവുള്ളൂ, റേഞ്ച് ഒക്കെ കിട്ടും. ഞാൻ പിന്നെ ഇത് റീജൻ മോഡ് ഉണ്ട് കേട്ടോ. അപ്പം റീജൻ മോഡ് എന്ന് പറയുമ്പം 1, 2, 3 വരെ ഇടാം. അപ്പം അതായത് നമ്മൾ എപ്പോഴൊക്കെ അപ്പൊ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ആണ്. അപ്പം ബേസിക്കലി നമ്മൾ കാലെടുത്താൽ മതി, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ആവും, ആ ഒരു ഇമ്പാക്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കാല് ഫ്രീ ആണ്. അതെ, സിമ്പിൾ ആണ് ഓടിക്കാൻ. അപ്പം ഈ ഞാൻ വന്നത് എന്താ പറഞ്ഞ ഈ RPM പോലെ ഈ ഡ്രൈവിന്റെ അവിടെ കാണിക്കുന്ന ഡിസ്പ്ലേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്ക്. അത് യൂസ് ടു ആവും ആദ്യം ഒക്കെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ മൈലേജ് കിട്ടാൻ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പാട് പെട്രോൾ ഓടിച്ചിട്ട് ചവിട്ടി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആദ്യം മതി. അത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും. ഇപ്പൊ പെട്രോൾ വണ്ടിയിലേക്ക് കയറിയിരുന്നാലും പതുക്കെ കാലേ ഓട്ടുള്ളൂ. ഇതെന്താടാ വണ്ടിയാണ് കാര്യം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതിന് വേറൊരു ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് ആണ്. അപ്പൊ ലളിതമായിട്ട് പറഞ്ഞ ഒരു ഇത്തിരി പ്ലാനിങ്ങും ഒരിത്തിരി ഒരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിലേക്ക് മാറാൻ ഈസിയാണ്, ലാഭമുണ്ട്. പിന്നെ ഈ ക്ഷമ എന്ന് പറയുന്നത് ഞാൻ ഈ മിഡ് റേഞ്ച് വണ്ടി എടുത്തുകൊണ്ടാണ് ഈ ക്ഷമ വേണ്ടി വരുന്നത്. ഇതിന്റെ അടുത്ത വേരിയന്റ് ആയിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത് എനിക്ക്. ഞാനിപ്പം നോക്കുമ്പോൾ എടുക്കേണ്ടിയിരുന്നത് ആക്ച്വലി ഇതിന്റെ ലോങ് റേഞ്ച് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 350 കിലോമീറ്റർ റേഞ്ച് പറയുന്ന വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 300 അല്ലെങ്കിൽ ഒരു 280 ഒക്കെ കിട്ടും. അപ്പൊ ആ 280 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 40 കിലോമീറ്റർ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ബാറ്ററിയുടെ ഒഴിച്ചിട്ടാൽ ബാക്കി 240, അതായത് ഒരു 120 വൺ സൈഡ് ഓടിക്കാനായിട്ട് കിട്ടും. നമ്മളൊരു ലൈഫ് ടൈമിൽ നമ്മൾ നോക്കിയാൽ മതി. നമ്മളൊരു ഒറ്റ സ്ട്രെച്ച് പോകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചായിരിക്കണം നമ്മുടെ വണ്ടി. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തേക്കുന്നത്, ഞാനതാ നോക്കിയത്, ഏറ്റവും കൂടുതൽ കിലോമീറ്റർ പോയേക്കുന്നത് നാട്ടിൽ പോകാനും അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ നോർത്തിലേക്കും സൗത്തിലേക്കും പോണത് ഒരു 100 കിലോമീറ്റർ 110 കിലോമീറ്റർ റേഞ്ചാ. അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോണത് ട്രെയിനോ ബസ്സിനോ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് വേറെ നമ്മൾ പോകാത്തതുകൊണ്ട്, അതല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള 250 എന്നുള്ള റേഞ്ചിൽ പിടിച്ചത്. പക്ഷെ 250 നമുക്ക് കിട്ടുന്നില്ല, 200 ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ട് വേണം EV എടുക്കാൻ പോകുന്ന ആള് ശ്രദ്ധിക്കാൻ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അനാവശ്യമായിട്ട് 600 കിലോമീറ്റർ റേഞ്ച് വേണമെന്ന് ചോദിച്ചാൽ ആവശ്യം ഇല്ലെന്നാണ്. ലാഭത്തിന്റെ പോയിന്റ് കുറയും. അതിനെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് അത് എടുക്കുന്നത്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് ആവശ്യമുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഒരു കോമൺ മാൻ ഡെയിലി യൂസിന് എടുക്കേണ്ടത് ഒരു 350-400 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വണ്ടിയാണ്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. കാരണം ടിയാഗോ വാങ്ങാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഇലക്ട്രിക് കാർ വാങ്ങാൻ പോകുന്ന ആൾക്ക് ഇതുകൊണ്ട് ഒരു ചെറിയൊരു ഉപയോഗം ഉണ്ടായെങ്കിൽ നമ്മൾ കൃതാർത്ഥനായി. അപ്പൊ താങ്ക് യു ജിജോ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.